വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശയ്യ 53 അധ്യായം 6 തിരുവചനം. പുതിയ നിയമത്തിൽ വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 23 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളിൽ കാണാം. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. യേശയ്യ 54 അധ്യായം ദൈവത്തിൻ്റെ ജനത്തോടുള്ള ആശ്വാസവും ഭാവിയിലെ അനുഗ്രഹങ്ങളും കുറിച്ചുള്ള പ്രവചനമാണ്. ഈ അധ്യായം പ്രസവിക്കാത്ത സ്ത്രീയുടെ പ്രതീകത്തിലൂടെ ഇസ്രായേലിൻ്റെ പുനരുദ്ധാരണം, ദൈവത്തിൻ്റെ കരുണ, സമാധാനത്തിൻ്റെ നിയമം, ശാശ്വതമായ സംരക്ഷണം എന്നിവയെക്കുറിച്ച് വിവരിക്കുന്നു. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ, ഭൂമി മുഴുവൻ്റെയും ദൈവം എന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. യേശയ്യ 54 അധ്യായം 5 തിരുവചനം. ദൈവത്തിൻ്റെ കരുണയും സമാധാനവും ശാശ്വതമാണെന്ന് ഉറപ്പു തരുന്നതാണ് യേശയ്യ 54 10 തിരുവചനം. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. ദൈവത്തിൻ്റെ സംരക്ഷണവും നീതിയും വാഗ്ദാനം ചെയ്യുന്നതാണ് യേശയ്യ 54 അധ്യായം 17 തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത്. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.